നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അഗാധതകളിൽ നിന്നും സൗരയൂഥത്തിലേക്ക് അതിഥികളായി എത്തുന്ന നക്ഷത്രാന്തര വസ്തുക്കൾ എപ്പോഴും ശാസ്ത്രലോകത്തിന് വലിയ അത്ഭുതമാണ് സമ്മാനിക്കാറുള്ളത്. ഔമുഅമുവ, 2I ബോറിസോവ് എന്നിവയ്ക്ക് ശേഷം മനുഷ്യൻ കണ്ടെത്തിയ മൂന്നാമത്തെ നക്ഷത്രാന്തര ധൂമകേതുവാണ് 3A അറ്റ്ലസ്. എന്നാൽ മുൻപ് കണ്ടെത്തിയവയിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഈ ധൂമകേതുവിന് പ്രപഞ്ചത്തോളം തന്നെ പഴക്കമുണ്ടെന്ന വിസ്മയകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രശസ്ത ശാസ്ത്രമാസികയായ നേച്ചർ ആസ്ട്രോണമിയിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനങ്ങളനുസരിച്ച് ഈ അപൂർവ ധൂമകേതു കഴിഞ്ഞ 12 ബില്യൺ വർഷങ്ങളായി, അതായത് 1200 കോടി വർഷങ്ങളായി പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ആകാശഗംഗയായ ക്ഷീരപഥം അതിൻ്റെ രൂപീകരണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലായിരുന്ന സമയത്താണ് ഈ ധൂമകേതു ജനിച്ചതെന്നാണ് ഗവേഷകർ പറയുന്നത്. നാസയുടെ ഗോദ്ദാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിലെ മോളിക്കുലർ ആസ്ട്രോഫിസിസ്റ്റായ മാർട്ടിൻ കോർഡിനറുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘമാണ് ജെയിംസ് വെബ് ബഹിരാകാശ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 2025 ജൂലൈ 1 3A അറ്റ്ലസ് ആദ്യമായി ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടക്കത്തിൽ നടത്തിയ കണക്കുകൂട്ടലുകളിൽ ഇതിന് 7 മുതൽ 11 ബില്യൺ വർഷം വരെ പഴക്കമുണ്ടെന്നാണ് കരുതിയിരുന്നത്. എങ്കിലും ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഇൻഫ്രാറെഡ് വിവരങ്ങളും ചിലിയിലെ അറ്റക്കാമ ലാർജ് മില്ലിമീറ്റർ അറേ റേഡിയോ ടെലസ്കോപ്പിൽ നിന്നുള്ള നിരീക്ഷണങ്ങളും ഇതിൻ്റെ യഥാർത്ഥ പ്രായവും രാസഘടനയും പുറത്തു കൊണ്ടുവരികയായിരുന്നു. ധൂമകേതുവിലുള്ള ഹൈഡ്രജൻ, കാർബൺ ഐസോട്ടോപ്പുകളുടെ അനുപാതം പരിശോധിച്ചതിൽ നിന്നാണ് ഇത് നമ്മുടെ സൗരയൂഥത്തേക്കാൾ എത്രയോ മടങ്ങ് പഴക്കമുള്ളതാണെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചത്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവകാലത്ത് നിലനിന്നിരുന്ന അതീവ ശീതളവും പ്രാഥമികവുമായ ഒരു മേഖലയിലാണ് ഈ ധൂമകേതു രൂപം കൊണ്ടത്. നിലവിൽ ശനിഗ്രഹത്തിന് സമീപം എത്തിയിട്ടുള്ള ഈ ധൂമകേതു 2029 ആണ്ടോടെ പ്ലൂട്ടോയെ മറികടക്കുമെന്നും 2035 സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയർ കടന്ന് അജ്ഞാത ലോകത്തേക്ക് വിട്ടുപോകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ധൂമകേതുവിൻ്റെ കണ്ടെത്തൽ മുതൽക്കേ അതിൻ്റെ ഘടനയിലും പെരുമാറ്റത്തിലും ശാസ്ത്രലോകത്തെ കുഴപ്പിച്ച നിരവധി അസാധാരണത്വങ്ങൾ പ്രകടമായിരുന്നു. സാധാരണ ധൂമകേതുക്കൾക്ക് ഉണ്ടാകാറുള്ള നീളമുള്ള വാൽ ഈ പ്രതിഭാസത്തിന് വളരെ കാലം ഉണ്ടായിരുന്നില്ല എന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഒഴുക്കുള്ള പൈപ്പിൽ നിന്നും ഫൗണ്ടൻ പോലെ ബഹിരാകാശത്തേക്ക് ഇതിൽ നിന്ന് വൻതോതിൽ ജലം പുറന്തള്ളുന്നതായി നിരീക്ഷിക്കപ്പെട്ടു. ഒരു ധൂമകേതുവിൻ്റെ അടിസ്ഥാന നിയമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഈ പെരുമാറ്റമാണ് ഇതിൻ്റെ രാസഘടനയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഗവേഷകരെ പ്രേരിപ്പിച്ചത്. ഈ സവിശേഷ വസ്തുവിന് നമ്മുടെ ഗാലക്സിയുടെ ഭൂതകാലത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുമെന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർ ഉന്നയിക്കുന്നത്. ധൂമകേതുവിൻ്റെ കോമയിൽ അഥവാ തലഭാഗത്ത് കാണപ്പെടുന്ന ജലത്തിൽ അടങ്ങിയിരിക്കുന്ന കനത്ത ഹൈഡ്രജൻ്റെ അഥവാ ഡ്യൂട്ടീരിയത്തിൻ്റെ അളവ് നമ്മുടെ സൗരയൂഥത്തിലെ ഏതൊരു വസ്തുവിനുള്ളതിനേക്കാളും 10 മടങ്ങിലധികം കൂടുതലാണെന്ന് മാർട്ടിൻ കോർഡിനറും സംഘവും കണ്ടെത്തി. ഈ കണ്ടെത്തലനുസരിച്ച് ഹൈഡ്രജനും ഡ്യൂട്ടീരിയവും തമ്മിലുള്ള അനുപാതം 0.98%. ഇത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലോ ഉൽക്കകളിലോ മറ്റ് ധൂമകേതുക്കളിലോ ഇന്നേ വരെ ദൃശ്യമാകാത്ത ഒന്നാണ്. ഇതിലെ കാർബൺ ഐസോട്ടോപ്പുകളുടെ ഘടനയും പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്ര രൂപീകരണ മേഖലകളിൽ പോലും ഇത്തരമൊരു ഐസോട്ടോപ്പ് ഘടന ഇതുവരെ നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത്രയധികം ഉയർന്ന തോതിൽ ഡ്യൂട്ടീരിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ആ ജലം രൂപം കൊണ്ട അന്തരീക്ഷത്തിലെ താപനില -243 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കണം എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും തണുപ്പേറിയ ഇൻ്റർസ്റ്റെല്ലാർ മേഘങ്ങളിൽ വെച്ചാണ് ഇതിലെ മഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ബഹിരാകാശത്ത് മഞ്ഞുകൊട്ടകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ നിലവിലുള്ള ധാരണകളെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്നതാണ് ഈ കണ്ടെത്തൽ. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും പ്രാഥമികമായ വസ്തുക്കളുമായി പോലും ഇതിന് യാതൊരു സാമ്യവുമില്ല. ഒരുപക്ഷെ ഈ ധൂമകേതുവിന് പ്രപഞ്ചത്തോളം പഴക്കമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ബാഹ്യമായ രാസമാറ്റങ്ങൾ സംഭവിച്ചതാക്കാനുള്ള സാധ്യതയും ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാലും 3I അറ്റ്ലസ് നൽകുന്ന വിവരങ്ങൾ വരും നാളുകളിൽ പ്രപഞ്ചോൽപത്തി സിദ്ധാന്തങ്ങളിലും ഗാലക്സികളുടെ പരിണാമ പഠനങ്ങളിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്വമയി TV.